Kuwait Janam, brought to you by Pawans, the first choice of the parents for the best education. Powered by Medax Medical Care, Royal Seagull and Phoenix Group of Companies, Al Rashid Cargo. നമസ്കാരം. കുവൈറ്റ് ജനത്തിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്താശാലയ്ക്കപ്പുറത്തും ക്യാമറയ്ക്ക് പിന്നിലും നിലനിൽക്കുന്നവർക്ക് വേണ്ടി സ്വന്തം വേദി. കേരള പ്രസ് ക്ലബ് ഒരുമയും കെട്ടുറപ്പും സ്വാധീനമാക്കി ഉയർന്ന മാധ്യമ കൂട്ടായ്മ. വാക്കുകളുടെ ലോകത്ത് ചിതറാതെ നിന്ന ഒരുമ. മാധ്യമരംഗത്തെ വളർച്ചയും വെല്ലുവിളികളും നേരിട്ട് അനുഭവിക്കുന്നവരുടെ ഏകോപിത വേദിയായിട്ട് 3 വർഷം പിന്നിടുന്നു. മാധ്യമധർമ്മത്തിൻ്റെ ഊഷ്മളത പങ്കുവച്ചുകൊണ്ടായിരുന്നു ക്ലബിൻ്റെ വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള മാധ്യമ സമ്മേളനം നടന്നത്. പ്രവാസ ജീവിതത്തെ വാർത്താ വൃത്താന്തങ്ങളിലൂടെ രേഖപ്പെടുത്തുന്നവർ, സ്വന്തം യാഥാർത്ഥ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒരുമിച്ച് പങ്കുവെക്കുന്നവർ. കേരള പ്രസ് ക്ലബ് കുവൈറ്റിൻ്റെ വാർഷിക സമ്മേളനം കുവൈറ്റിൽ നവമാധ്യമ ചിന്തകൾക്കൊരു പുതിയ ദിശയാണ് പകർന്നു നൽകിയത്. കുവൈറ്റിലെ മലയാളികൾക്കിടയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സജീവമായി രംഗത്തുള്ള കേരള പ്രസ് ക്ലബിനെ സാൽമിയയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ നാട്ടിൽ നിന്നും പ്രമുഖരായ മാധ്യമ പ്രവർത്തകർ എത്തിയിരുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും മലയാള മനോരമ ന്യൂസ് ഡയറക്ടറുമായ ജോണി ലൂക്കോസും മാതൃഭൂമി ന്യൂസിലെ സീനിയർ വാർത്താ അവതാരകയുമായ മാധു സജീം ചേർന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ടായിരുന്നു മാധ്യമ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മാധ്യമപ്രവർത്തന മേഖലയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും നവീന പ്രവണതകളെക്കുറിച്ചും ഇരുവരും വിശദമായി സംസാരിച്ചു. മാധ്യമപ്രവർത്തന മേഖലയിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നത് സർവൈവൽ ഓഫ് ദ ഷെയിംലെസ് ആയി മാറിയെന്ന് ജോണി ലൂക്കോസ് അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ എങ്ങനെയെങ്കിലും കുറച്ച് സമാധാനം വേണം എന്ന് കരുതി കാര്യങ്ങളെ പിന്തുടരുകയാണെങ്കിൽ ഒരിക്കലും മാധ്യമരംഗം തിരഞ്ഞെടുക്കില്ല. നിങ്ങൾക്ക് ഈ നാടിനോടുള്ള ഒരു ബന്ധം നിലനിർത്തുന്നത് ഈ മാധ്യമങ്ങൾ കൂടി ആണ് എന്നതിൻ്റെ ഒരടയാളമായി ഞാൻ ഇതിനെ കാണുകയാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ അംഗീകാരമുണ്ട്, ആരോട് വേണമെങ്കിലും എന്തും ചോദിക്കാം. പക്ഷെ ഒരുപക്ഷെ ഞാനിന്ന് ഈ പ്രസംഗം പൂർത്തിയാക്കുമ്പോൾ ഞങ്ങളോട് തന്നെ ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് പാവം തോന്നിയെന്ന് വരാം. അതുപോലത്തെ ഒരു മാറ്റമാണ് ഈ മാധ്യമരംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സുപ്രീം കോടതിയിൽ കുറച്ചു കാലം മുമ്പ് ഒരു കേസിൻ്റെ വാദം നടക്കുമ്പോൾ ജഡ്ജിമാർ ചോദിച്ചു, കുറേ അഭിഭാഷകർ ഒന്നിച്ച് ശബ്ദമുയർത്തി വാദിക്കുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ ജഡ്ജിമാർ പറഞ്ഞു, ഇതെന്താണ് മാധ്യമങ്ങൾ പോലെ റൂൾ ഓഫ് നോയിസ് ആണോ എന്ന് ചോദിച്ചു. റൂൾ ഓഫ് നോയിസ് എന്നാണ് അവർ പ്രയോഗിച്ചത്. എന്തുകൊണ്ടാണ് ഈ റൂൾ ഓഫ് നോയിസ് ഇപ്പം വന്നത് എന്നതാണ്. ഇപ്പം ഞാൻ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ മാധ്യമ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. അന്ന് ഞാൻ തുടങ്ങിയ കാലവും ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാലവും തമ്മിലുള്ള അന്തരം ഒരുപക്ഷെ ഒരു തലമുറയുടെയോ 2 തലമുറയുടെയോ അല്ല, അതിനേക്കാളൊക്കെ വലുതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നേരത്തെ ഏത് രംഗത്തും എന്നതുപോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു ആത്യന്തിക അടിസ്ഥാന പ്രമാണമായിരുന്നു ഈ മാധ്യമരംഗത്തും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സർവൈവൽ ഓഫ് ദ ഷെയിംലെസ് എന്നതാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം എല്ലാവരും നമ്മൾ പറയൂലേ, നമുക്ക് നാണം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ലജ്ജാനാശം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാം. അതിന് അങ്ങനെ ഒരു തൊലിക്കെട്ടി വന്നു കഴിഞ്ഞാൽ, പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് ഷെയിംലെസ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ രംഗത്ത്. സോഷ്യൽ മീഡിയയുടെ കടന്നുവരവിൽ മാധ്യമപ്രവർത്തനത്തിൽ മാറ്റം എങ്ങനെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മാതൃഭൂമി ന്യൂസ് സീനിയർ വാർത്താ അവതാരക മാധു സജി തന്റെ പ്രസംഗത്തിൽ വിശകലനം ചെയ്തു. മാധ്യമ മേഖലയിലെ നവീന പ്രവണതകളെക്കുറിച്ചും അവർ മനോഹരമായ ശൈലിയിൽ പ്രഭാഷണം നടത്തി. കേൾക്കുമ്പോൾ ഇത് സത്യമല്ല എന്ന് തിരിച്ചറിഞ്ഞാലും അത് നമ്മളെ സ്വാധീനിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രതിനിധാനം ചെയ്യാൻ വിചാരിക്കുന്ന പ്രത്യയശാസ്ത്രം, നമ്മുടെ രാഷ്ട്രീയം അതിനുതകുന്നതാണ് എന്ന് ധരിച്ച് അതിനെ വിഴുങ്ങാൻ നമ്മൾ ശ്രമിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വിഴുങ്ങുക എന്നുള്ളത് നമ്മുടെ ശരീരം പോലും അംഗീകരിക്കുന്ന ഒന്നല്ല. നമ്മൾ ചവച്ചരച്ചാണ് കഴിക്കുക, അല്ലേ?
അതിലൊരു വലിയ രാസപ്രവൃത്തി നടക്കുന്നുണ്ട്. അങ്ങനെയും കഴിക്കാം, വിഴുങ്ങുകയും ചെയ്യാം. ആരോഗ്യകരമായും ജീവിക്കാം, അല്ലാതെയും ജീവിക്കാം. ആരോഗ്യകരമായി ചിന്തിക്കാം, അല്ലാതെയും ചിന്തിക്കാം. ചിന്തിക്കാതെ ഇരിക്കാം. അത് നമ്മുടെ തിരഞ്ഞെടുപ്പല്ലേ. അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയെ നമ്മൾ തന്നെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്കറിയില്ല. എനിക്കറിയാം, നിങ്ങൾക്കും അറിയില്ല, നിങ്ങൾക്കും അറിയാം എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ അതിലൊരു തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പ് എപ്പോഴും ബുദ്ധിയുടെ ഭാഗത്ത് നിന്ന്, എപ്പോഴും പ്രസക്തിയുടെ ഭാഗത്ത് നിന്ന്, എപ്പോഴും ചിന്തയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകണമെന്നില്ല. നമുക്കൊക്കെ ഒരു ലൈഫുണ്ട് അല്ലേ? ഇപ്പം ഞാനൊരു മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് എന്നുള്ളതല്ല, ഒരു സാധാരണ പ്രേക്ഷക, ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് എനിക്കും ഒരു ലൈഫുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും ഒരു ലൈഫുണ്ട്. നമുക്ക് വളരെ കാര്യഗൗരവത്തോടെ പങ്കുവയ്ക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ചില വിഷയങ്ങളുണ്ട്. 24 മണിക്കൂറും അത്തരം വിഷയങ്ങളൊന്നും നമുക്ക് ഒരു മാധ്യമവും തരുന്നില്ല, ഒരു സ്ക്രീനും തരുന്നില്ല. പ്രസ് ക്ലബ് കുവൈറ്റിന്റെ സ്ഥാപകാംഗമായിരുന്ന ഫോട്ടോഗ്രാഫർ ഗഫൂർ മൂടാടിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഗഫൂർ മൂടാടി പ്രസ് ഫോട്ടോ അവാർഡിന്റെ 2ാം പതിപ്പിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. പ്രഖ്യാപന വീഡിയോ ജോണി ലൂക്കോസ് പ്രകാശനം ചെയ്തു. അവാർഡിന്റെ പ്രാധാന്യവും അവലംബവും അവാർഡ് കമ്മിറ്റി കൺവീനർ മുനീർ അഹമ്മദ് ചടങ്ങിൽ വിശദീകരണം നൽകി. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രസ് ഫോട്ടോ അവാർഡിന്റെ 2ാമത്തെ എഡിഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. പ്രസിഡന്റായ സുജിത് സുരേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു സമ്മേളനം. ജനറൽ സെക്രട്ടറി സലീം കോട്ടയിൽ, ട്രഷറർ ശ്രീജിത്ത്, പ്രോഗ്രാം കൺവീനർ സത്താർ കുന്നിൽ തുടങ്ങിയവർ വേദിയിൽ പ്രസംഗിച്ചു. ബിസിനസ് മേഖലയിലെ പ്രമുഖരെ മെമന്റോകൾ നൽകി ആദരിക്കുകയും ചെയ്തു. കുവൈറ്റിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ നമ്മുടെ ഈ സംഘടന പ്രൊഫഷണലിസത്തിൻ്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും പ്രതീകമാണ്. വിജ്ഞാനം പങ്കുവെക്കാനും പ്രൊഫഷണൽ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും മാധ്യമരംഗത്തെ മികവിനെ പ്രോത്സാഹിപ്പിക്കുവാനും നാം എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ, കുവൈത്തിലെ പ്രതിനിധികളുടെയും ഓൺലൈൻ മാധ്യമങ്ങളുടെയും കൂട്ടായ്മയാണ് കേരള പ്രസ് ക്ലബ്. നാട്ടിലെ പോലെ തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന പത്രക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പത്രമേഖലയിലെ പൊതുചലനങ്ങൾ പരസ്പരം മനസ്സിലാക്കുവാനുള്ള വേദിയാണ് ഈ മലയാള മാധ്യമ കൂട്ടായ്മ. പ്രധാനപ്പെട്ട ബിസിനസ് സംരംഭകരുടെയും സംഘടനാ നേതാക്കളുടെയൊക്കെ സജീവമായ പിന്തുണ കൊണ്ടത് മാത്രമാണ്. ഇതിനുശേഷം വളരെ നല്ല രീതിയിലുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ഗസൽ ഗായകൻ്റെ ഷെബിയുടെ പാട്ട് ഗോൾഡിന് വേണ്ടി അഫ്സൽ ഖാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മെമന്റോ നൽകുന്നത് മാധു, ഷിഫ അൽജി. ഈ മാധ്യമ സമ്മേളനത്തിന്റെ മീഡിയ പാർട്ട്ണർ വിബ്ജിയോർ ടിവിക്ക് വേണ്ടി ആദരവ് നൽകുന്നത് മാംഗോ ഹൈപ്പർ മാർക്കറ്റിന് വേണ്ടി അനസ് അബൂബക്കറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അൽ റാഷിദ് ഷിപ്പിംഗിന് വേണ്ടി മെമന്റോ ഏറ്റുവാങ്ങുന്നതിനായി ഗ്രൂപ്പിന് വേണ്ടി സുനിൽ പരുക്കപ്പാടത്ത് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മെമന്റോ നൽകുന്നത് അബ്ദുൾ റസാഖ്. മെമന്റോ നൽകുന്നത് മുൻ ഭാരവാഹി കൂടിയായ ശ്രീ TV ഹിക്മത്ത്. മെമന്റോ നൽകുന്നത് അബ്ദുൽ അസീസ്. രാജലക്ഷ്മി ഷൈമേഷ് അവതാരകയായ കലയുടെ പ്രഭയിൽ ചേർന്ന സമ്മേളനത്തിൽ സ്ലാനിയ പെയ്റ്റന്റെ വയലിൻ സംഗീതവും ടീം അഗ്നിയുടെ മനോഹരമായ നൃത്തവും
പ്രശസ്ത ഗസൽ ഗായകൻ ഷമി സമന്ദറിൻ്റെ സംഗീതാനുഭവവും സമ്മേളനത്തിന് സംഗീതാത്മകവും സാംസ്കാരികവുമായ ഭംഗി നൽകി. आज वही गीतों की रानी, आज वही है जाने गज़ल. तुमको देखा तो एक ख्याल आया, जिंदगी रूप तुम खना മാധ്യമങ്ങളെന്നത് സമൂഹത്തിൻ്റെ കണ്ണും കാതും മാത്രമല്ല, സമൂഹത്തിൻ്റെ മനസ്സും അന്തസ്സുമാണ്. ഇത്തവണ അതിന് ശരിയായ രൂപം നൽകിയ ഒരു സംഗമമായിരുന്നു കേരള പ്രസ് ക്ലബ് കുവൈറ്റ് സംഘടിപ്പിച്ച വാർഷിക മാധ്യമ സമ്മേളനം. മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു വിശാലമായ വായനയും ഉത്തരവാദിത്വത്തിൻ്റെ തിരിച്ചറിവും പങ്കുവച്ച ഈ സമ്മേളനം കുവൈറ്റ് മലയാളി മാധ്യമ സമൂഹത്തിൻ്റെ ഒരു ചുവടുവയ്പ്പായിരുന്നു. നാട്ടിലെ ഉത്സവങ്ങൾ കാണാതെ അകലെയായി മാറിയ പ്രവാസ ദിനങ്ങൾക്കിടയിൽ ഒരു കുംഭഭരണിയെപ്പോലെ ആത്മാവിൽ പതിഞ്ഞ അമ്മയുടെ കാഴ്ചകൾ ഇന്ന് ഈ കുവൈറ്റിൻ്റെ മണ്ണിൽ വീണ്ടും ഉദിക്കുന്നു. ചെട്ടിക്കുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതി സംഘടിപ്പിച്ച ഭരണി കാഴ്ചകൾ. കുവൈറ്റ് കണ്ട ചെട്ടിക്കുളങ്ങര. പ്രവാസ ജീവിതത്തിനിടയിലും അമ്മയുടെ അനുഗ്രഹം വിളിച്ചുണർത്തുന്ന കുവൈറ്റ് മണ്ണിൽ പടർന്ന ഒരു പുണ്യോത്സവം. ചൂടേറിയ കുതിരമുട്ടിൽ കഞ്ഞിയുടെ സ്വാദിൽ താലപ്പൊലിയും കുത്തിയോട്ടത്തിൻ്റെ പാട്ടിലും ചുവടിലും അമ്മയോടുള്ള അഗാധമായ ഭക്തിയും നാടിനോടുള്ള സ്നേഹവും ചേർന്ന ഒരു ദിനം. ചുംബിയാകുന്നൊരു കാളി, ചന്ദ്രകലാധരിയാകുന്ന കാളി, കറുകറുത്ത മുടിയടിച്ചിട്ടു, കണ്ണുകൾ അഗ്നി പോൽ താനെ ജ്വലിച്ചു, ചെമ്പട്ട് വാരി വലിച്ചൊന്നുടുക്കുന്നു, പള്ളിവാൾ നേരിടും നേരേവേദ. ഭരണിക്കാഴ്ചകൾ ഇത് ചെട്ടിക്കുളങ്ങരയുടെ സാംസ്കാരിക നവോന്മേഷമാണ്. ചെട്ടിക്കുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് വർഷങ്ങളായി കുവൈറ്റിൻ്റെ മണ്ണിൽ ഭരണിക്കാഴ്ചകൾ സംഘടിപ്പിച്ചു വരുന്നത്. ഭക്തിയും കലയും നിറഞ്ഞ മഹോത്സവത്തിൽ ഗോകുലം കലാക്ഷേത്രം ഒരുക്കിയ നൃത്താവതരണങ്ങൾ, കുട്ടികളുടെ കലാപരിപാടികൾ, ശ്രീ ഭദ്ര കുത്തിയോട്ട സംഘത്തിൻ്റെ സമർപ്പിത പാട്ടും ചുവടുമൊക്കെ ഭക്തജനങ്ങൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കി. ഇക്കളം തന്നീല നേരുകൊള്ളു, പൂജ കൊള്ളമ്മേ പൂജ കൊള്ളു, ഇക്കളം തന്നീല പൂജ കൊള്ളു, നേരുകൊള്ളമ്മേ തേരുകൊള്ളു, ഇക്കളം തന്നീല തേരുകൊള്ളു, പൂജ കൊള്ളമ്മേ പൂജ കൊള്ളു, ഇക്കളം തന്നീല പൂജ കൊള്ളു, ആ തേരുകൊള്ളമ്മേ തേരുകൊള്ളു, തേരുകൊള്ളു, പൂജ കൊള്ളമ്മേ പൂജ കൊള്ളു, ഇക്കളം തന്നീല പൂജ കൊള്ളു, കൊള്ളമ്മേ പൂജ കൊള്ളു, ഇക്കളം തന്നീല പൂജ കൊള്ളു, പൂജ കൊള്ളമ്മേ പൂജ കൊള്ളു, ഇക്കളം തന്നീല പൂജ കൊള്ളു. ഭജന, തെയ്യം, കെട്ടുകാഴ്ച, താലപ്പൊലി എന്നിവ ആഘോഷങ്ങളെ മികവിലെത്തിച്ചു. കുവൈറ്റ് മണ്ണിൽ ഒരു ചെറു ചെട്ടിക്കുളങ്ങര തന്നെ പുനഃസൃഷ്ടിക്കപ്പെട്ടതുപോലെയായിരുന്നു ആഘോഷം. ചെട്ടിക്കുളങ്ങരയുടെ തനതായ രുചിക്കൂട്ടായ കുതിരമുട്ടിൽ കഞ്ഞി സദ്യയും ഈ ഉത്സവാനുഭവത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. മേളവും
കുവൈറ്റിൽ സംഘടിപ്പിച്ച ഈ ആഘോഷം ഒരു ചെട്ടിക്കുളങ്ങര കുംഭഭരണിയുടെ പ്രതീക്ഷയും ഭാവവും നിറച്ച പുനഃസൃഷ്ടിയായി മാറുകയായിരുന്നു. നാടിൻ്റെ ഉത്സവത്തിനിടയിൽ പെട്ടെന്ന് എത്തിപ്പെട്ടുവെന്ന് തോന്നിക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടായത്. ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസിഡന്റ് പ്രദീപ് പ്രഭാകരൻ അധ്യക്ഷനായി. സെക്രട്ടറി സുമേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രക്ഷാധികാരി അനൂപ് സമിതി കുവൈറ്റിൽ നടത്തിവന്ന മുൻ പരിപാടികളെക്കുറിച്ചും മുന്നോട്ടുള്ള ദിശകളും വിശദീകരിച്ചു. ആനന്ദ് ഉദയൻ സേവാ നടപടികളും മീഡിയ വിംഗ് കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ ഓണാട്ടുകര കുവൈറ്റിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിച്ചു. കുത്തിയോട്ട ചൂടാശാൻ രതീഷിനെ കോർഡിനേറ്റർ കിഷോർ കമൽ ചടങ്ങിൽ പൊന്നാട അണിയിച്ചു. ഭാരവാഹികളായ സുനിൽ, ആദർശ്, ബിജു KS എന്നിവരും സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. ട്രഷറർ അജിത് നന്ദി അറിയിച്ചു. തുടങ്ങുവാൻ ഈ സഭാവന്ദനം ചെയ്തിരുന്നേ. തന്നെ തന്നെ നാനേ 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 തന്നാനേ താനേ താനകത്തെ തന്നൽക്കും വടക്കുമായി ഈരേഴ കൈതമൽ കണ്ണമംഗലം കടന്നിടുമ്പോ വിളങ്ങിടും വേളയും കടന്ന കടവൂരിൻ കടവത്തണഞ്ഞിടാ. താനേ താനോ താനനാനോ തന്നാനേ താനനാനോ താനേ താനോ താനനാനോ താനേരോ. അമ്മ ആദ്യമായി വന്നൊരാഞ്ഞിലിത്രയും മറ്റം വടക്കു തെക്കുമെന്നും പള്ളിക്കരാമേനി കൂട്ടി നിൽക്കെ തീരും നടക്കാവിൽ തേരുകൾ. ദൂരദേശങ്ങളിലേക്ക് ചേർന്നു പോയ ഹൃദയങ്ങളെ ഒന്നിച്ച് ചേർത്ത് പിടിച്ച അമ്മയുടെ അനുഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണി ആഘോഷം ഒരു ആഘോഷം മാത്രമാകാതെ അനുഭവമായി മാറിയത്. ഇതൊരു നാടിൻ്റെ പുനരാവിഷ്കാരമായിരുന്നു. ഒരമ്മയുടെ സ്നേഹത്തിൻ്റെ സ്പന്ദനം, ഒരു കൂട്ടായ്മയുടെ ശക്തിയുടെ പ്രതീകം. കുവൈറ്റിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള പ്രസ് ക്ലബ് കുവൈറ്റിൻ്റെ പ്രസ് ഫോട്ടോഗ്രാഫി പുരസ്കാരം പ്രഖ്യാപിച്ചു. ദ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് ഫോട്ടോഗ്രാഫർ A. സനീഷാണ് പുരസ്കാര ജേതാവ്. നാട്ടിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് പ്രസ് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. കേരള പ്രസ് ക്ലബ് കുവൈറ്റിൻ്റെ രണ്ടാമത് ഗഫൂർ മൂടാടി മെമ്മോറിയൽ പ്രസ് ഫോട്ടോ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. ദ ഇന്ത്യൻ എക്സ്പ്രസ് കൊച്ചി ബ്യൂറോ പ്രിൻസിപ്പൽ ന്യൂസ് ഫോട്ടോഗ്രാഫർ A. സനീഷാണ് പുരസ്കാര ജേതാവ്. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രമുഖ ഛായാഗ്രാഹകനും സംവിധായകനുമായ N. അളകപ്പൻ, മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ ഫോട്ടോ ജേർണലിസ്റ്റ് ഗുസ്താവോ ഫെരാറി, ഫോട്ടോഗ്രാഫി മെന്റർ ബിഷാര മുസ്തഫ എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. കുവൈറ്റിൽ നടന്ന മാധ്യമ സമ്മേളനം 2025 വേദിയിൽ വെച്ചാണ് അവാർഡ് ജേതാവിനെ പ്രഖ്യാപിച്ചത്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും മനോരമ ചാനലിന്റെ ന്യൂസ് ഡയറക്ടറുമായ ജോണി ലൂക്കോസ്, മാതൃഭൂമി ന്യൂസിലെ സീനിയർ വാർത്താ അവതാരക മാധു സജി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. നാട്ടിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കുവൈറ്റ് ജനം brought you by Pavans, the first choice of the parents for the best education. powered by Medax Medical Care, Royal Seagull and Phoenix Group of Companies, Al Rashid Cargo,
Hello viewers, welcome to KQ Matters 2024 organized by Pavan's Indian Educational School, Kuwait. Today, in this quizzing compact, we have the category of grade 9s to 12. Once again, welcome to KQ Matters 2024, where knowledge reigns supreme. So who are going to be the winners? We have a tie. We have to break the tie. First, we will have a set of 5 questions asked to both team A and B to break the tie. Question number 1. In the movie Gravity, the characters experience the effect of dash. Yeah, time is up. I think both of you have answered, both the teams have answered. Now we go to the second question. In the popular film Gattaca, 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 the characters genetically screened at birth to determine their susceptibility to diseases and what careers they would be suited to. What does the film's title, based on the letters G, A, T and C, stand for? Time up. Now we go to question number 3. What is the sacred tree in Avatar movie called? In the movie Avatar, there is a sacred tree, T-R-E-E, tree. What is it called? Time up. We go to question number 4. In the movie Interstellar, the characters travel through a hypothetical tunnel-like structure called dash. Time up. We go to the last question of the round. The world's first integrated machine for manufacturing blood collection tubes, Husky Icor, has been set up in which state of India? Name the state of India. Right. All 5 questions are over. Now we will check the answers written by both the teams, Team A and Team B. The answer of the first question. In the movie Gravity, the character experienced the effect of microgravity. Was this your answer? Okay. Question number 2. The popular film Gattaca, the characters and the letters G, A, T and C stand for. The correct answer is, have you got the correct answer? Guanine, adenine, thymine, cytosine. Right? Yeah, these were the words. Question number 3. What is the sacred tree in the movie Avatar? What is it called? What is the name of the tree? The Tree of Souls. Has anybody got the correct answer? We'll check. Okay, no problem. No worries. Question number 4. The correct answer. The question based on the movie Interstellar. The characters travel through a hypothetical tunnel-like structure called wormhole. Correct. Correct. Both of you answered correctly? Both the teams? Then how the tie was broken, I don't know. We'll check. Okay. Last question, 5th question. The world's first integrated machine for manufacturing blood collection tubes, Husky Icor, has been set up in which state? It was set up in the state of Kerala, India. You got the correct answer? Okay, we'll check. Now the results are ready. All the 5 rounds are over. The tie has been broken. Now we have the final result. Who are the winners? The second position goes to Team B with 60 points. Well done, Team B. Congratulations. The first position has been secured by Team A with 80 points. Well done, Team A. Congratulations. You are the champion of this quizzing combat KQ Matters 2024, where knowledge reigns supreme, where knowledge quotient matters. Thank you. കുവൈറ്റ് ജനത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Kuwait Janam, brought to you by Pavan's, the first choice of the parents for the best education. Powered by Medax Medical Care,
Royal Seagull and Phoenix Group of Companies, Al Rashid Cargo,